ഇങ്ങനെ ഓരോ മരണവും, ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഓരോ മരണവും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ്? ഓരോ മരണവും പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ടവർ മരിച്ചു, അതുപോലെ നീയും മരിക്കും. സത്യത്തില് നമ്മൾ ജീവിതത്തിൽ മറക്കരുതാത്ത ഓർമ്മയാണിത്. നമുക്ക് മരണമുണ്ട് എന്ന ഓർമ്മ. മൊബൈലിൽ വാൾപേപ്പറായിട്ട് ഇടാൻ കൊള്ളാം. എന്താ? ഒരു ദിവസം ഞാൻ മരിക്കും. ഞാൻ ഇങ്ങനൊരു കവിത വായിച്ചിട്ടുണ്ട്. കൂടിയല്ല പിറക്കുന്ന നേരത്തും, കൂടെയല്ല മരിക്കുന്ന നേരത്തും, കൂടെയല്ല പിറക്കുന്ന നേരത്തും, കൂടെയല്ല മരിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ. അപ്പൊ പറയാണ്, അല്പകാലം മുമ്പ് മണ്ണിൽ നിന്ന് മെനഞ്ഞെടുക്കപ്പെട്ടിട്ട് അല്പകാലം കഴിയുമ്പോൾ ദാതാവ് കൊടുത്ത ജീവനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ട മനുഷ്യനാണ് വ്യാജ ദൈവങ്ങളെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീഥികളിലൂടെ നീങ്ങുകയും ചെയ്യും. അതെന്താണ്? സമയമാം രഥത്തിൽ. അതാണ് തെരുവിലൂടെ നമ്മളെ എടുത്തുകൊണ്ട് ആഘോഷമായിട്ട് ഒരു യാത്ര. അത് സംഭവിക്കും. പ്രസംഗകൻ 12:7 ഉറക്കെ വായിക്കൂ. ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് അതിന്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ആത്മാവ് അതിന്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. നിങ്ങൾക്കായി ഞാനൊരു സന്തോഷത്തിന്റെ സദ്വാർത്ത അറിയിച്ചിരിക്കുന്നു. നമ്മളൊരു ദിവസം മരിക്കും. ഒരു ദിവസം മരിക്കും. റെഡിയാണോ? അമ്മച്ചി റെഡിയാണോ? നമ്മളെല്ലാം റെഡിയാണ്. അതിന് നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. കാരണം മരണം ഒരവസാന വാക്കല്ല. മരണം കൊണ്ട് ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, മരണം. അപ്പം അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്ന ആദ്യത്തെ സത്യം, നമ്മൾ മരിക്കും എന്നോർത്ത് ജീവിക്കണം. മരണമുണ്ടെന്ന് ആരും മറന്നു പോകരുത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ മരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ലെങ്കിലും മനുഷ്യൻ്റെ തിന്മ മൂലം, പിശാചിൻ്റെ അസൂയ മൂലം ഭൂമിയിലേക്ക് മരണം പ്രവേശിച്ചു. ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ വചനം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധനങ്ങൾ അഴിയും.